താരി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമായി നമ്മൾ എടുത്തേക്കുന്നത് 1 കിലോ ചൂരയാണ്. ചൂര കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് മീനിന് ആവശ്യം അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യം കുറച്ച് ഇഞ്ചി എടുത്ത് ഒരു കഷ്ണത്തോളം വരും ഇഞ്ചി ഒന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി 7-8 കഷ്ണം ചെറിയ ഉള്ളി 2ആയിട്ട് ഞുറുക്കിയത്, അത് ജസ്റ്റ് ഒന്ന് ആയാൽ മതി. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. ഒരു 3-5 വെളുത്തുള്ളി, എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇളക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി വരും. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതും ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് മൂപ്പിക്കുന്നത്. പിന്നെ 3 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിയുടെ അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ എരിയുടെ അളവിനനുസരിച്ച് വേണം ഇടാൻ. പിന്നെ 1 ടീസ്പൂണും കുരുമുളക് പൊടി. കുരുമുളക് എന്ന് പറയുന്നത് നമ്മൾ ക്രഷായിട്ട് എടുത്തതാണ്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. നല്ലോണം ഒന്ന് ഇളക്കണം. അത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെയാണ് നമ്മൾ ഇളക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ വടക്കം പുളിയാണ്. പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ ചേർക്കുന്ന വടക്കം പുളി, അത് ഒരു 3-4 കഷ്ണം വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കണം. ആ അരപ്പൊന്ന് ആറിക്കഴിയുമ്പോൾ അത് മിക്സിയിലിട്ട് നമ്മൾ അതൊന്ന് അടിച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം അടിച്ചെടുക്കാൻ. അത് പേസ്റ്റ് രൂപത്തിലാവണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർക്കണം.
മീൻകറി കലക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഗ്യാസ് ഓണാക്കി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യമായ കറിവേപ്പിലയും, ഇത് നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന വടക്കംപുളി അതിലേക്ക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം അത് അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അതിന് ശേഷമാണ് മീൻ അതിലേക്ക് ഇടുന്നത്. കറി തിളച്ച് വന്നു. ഇനി അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നതാണ്. അതായത് നല്ല ഫ്രഷ് ചൂരയാണ് കിട്ടിയേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാ, നല്ല ഫ്രഷ് ചൂര. അത് അതിൻ്റെ ഓരോ കഷ്ണങ്ങളും നമ്മൾ കറിയിലേക്ക് ഇടുവാണ്. ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കണം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് വെക്കുക. ഇതാണ് ഞങ്ങളെ അമ്മയുടെ റെസിപ്പിയാണ് മീൻകറി ഇട്ടേക്കുന്നത്. നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെയാണ്. കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ സ്വാദിഷ്ടമായ ചൂര മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പീസ് എല്ലാവരും ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് നമ്മളെ റെഡിയായ സ്വാദിഷ്ടമായ മീൻ കറി.